ഒരാളോടും ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനോടും വേറൊരു ഇന്റർവ്യൂവർ ഇരുന്ന് ചോദിക്കില്ല. അതായത് നിങ്ങളുമായി കഴിഞ്ഞു പോയ സ്ത്രീകളുടെ എണ്ണം 3000 കേൾക്കുന്നു, എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ എന്ന് ഒരാളും ചോദിക്കണ്ട. അവരെ അത് ലാലേട്ടനായതുകൊണ്ടും ലാലേട്ടനോട് ചോദിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടായിരിക്കും. അതിന് അദ്ദേഹം എങ്ങനെയാണ് ആൻസർ ചെയ്തത്? അതിന് അദ്ദേഹം എടുത്തൊരു ക്രിയേറ്റീവ് കോൾ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ആർജെ മാത്തുക്കുട്ടി ഇന്റർവ്യൂ എടുക്കുകയാണ് ശ്രീലാലേട്ടനെ. ഞാനത് ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് ഇത്ര ക്രിയേറ്റീവ് ആയിട്ട് ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് അതിശയിച്ചിട്ടുണ്ട്. അതായത് മാത്തുക്കുട്ടി ചോദിക്കുകയാണ്, സാറിന് കൃഷി വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ്, ഏത് കൃഷിയാണ് മോനെ? അപ്പൊ അതിനകത്ത് എന്താ നാച്ചുറലി നോക്കുമ്പോൾ അതൊരു സംശയം മാത്രമാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഫണ്ണും കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റി ഇദ്ദേഹം അവെയർ ആണോ? അതായത് ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നത്, ഇതിനെ പറ്റി ലാലേട്ടൻ അവെയർ ആണോ? എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പം ലോകത്തുള്ള ഞാൻ കുറച്ച് സിനിമകൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഷോസുമൊക്കെ ആയി ബന്ധപ്പെട്ട് കുറേയേറെ സമയം ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇടപെടലുണ്ടായി. അതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങളാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുക. അപ്പൊ ആ കാര്യത്തിൽ ഞാനൊരു പക്ഷേ ഏറ്റവും പിന്നിലുള്ള ആളായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും എനിക്ക് മനസ്സിലായത്, ഇപ്പൊ ചോദിച്ചതൊക്കെ എനിക്ക് മനസ്സിലായത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളെ കുറിച്ചും അദ്ദേഹം അവെയറാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെ കുറിച്ചും അവെയറാണ്. ഒരു 360ഓളം കഥാപാത്രങ്ങളെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചാണ്. അപ്പം ഒരിക്കലും നമ്മൾ കാണുന്ന, നമുക്കും 24 മണിക്കൂർ, വിഷ്ണുവിനൊക്കെ 24 മണിക്കൂർ, പക്ഷെ അദ്ദേഹത്തിന്റെ 24 മണിക്കൂർ എന്ന് പറയുന്നത് എത്രമാത്രം സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നേടുന്ന ഒരു അറിവും ഒരു വിസ്ഡം ഉണ്ടല്ലോ. അപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പൊ ചോദിച്ചത് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുന്നത്, എല്ലാം അദ്ദേഹത്തിന് അറിയാം. ഒരു കാര്യം പോലും അദ്ദേഹത്തിന് മാത്രമല്ല, അതുപോലുള്ളവർക്ക് എല്ലാവർക്കും, മമ്മൂക്കയുടെ കേസിൽ അവർ പറയുന്നതിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. തന്നെയല്ല, ഇത് പുറത്തേക്ക് വിട്ടാൽ അവിടുന്ന് ഇങ്ങോട്ട് വരാവുന്നതിനെ കുറിച്ചും നല്ല ധാരണയുണ്ട്. അപ്പൊ അതിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് പറയുന്ന തീരുമാനിക്കാനൊക്കെ ഉള്ളൊരു ഒരു പ്രത്യേക മിടുക്ക് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവര് ഈ 47 വർഷം അല്ലെങ്കിൽ 50 വർഷമായിട്ട് നമ്മൾ അവരെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണം തന്നെയാണ്. അവരും ആ ജീവിതത്തെ ആ നിലയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലിവ് ഇൻ പ്രസന്റ് എന്നാണ്, ഈ ഒരു മൊമെന്റിലാണ് ജീവിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ ഞാൻ പേഴ്സണൽ ടോക്സിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയങ്ങളിൽ വളരെ ഒന്നാമത്തെ കാര്യം, നമുക്ക് പണിയെടുക്കാനുള്ള എന്താണ് അടുത്ത ഷോട്ട് അല്ലെങ്കിൽ എന്താണ് അതിനൊക്കെയുള്ള സമയങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടാറുള്ളൂ. ഓഫ് കോഴ്സ് കൂടുതൽ സമയം ചെലവഴിക്കുന്നവരുണ്ട്, ഒരുപക്ഷെ അവരോട് ചോദിച്ചാൽ കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് എല്ലാത്തിനെ കുറിച്ച് അവെയറാണ്. അവെയർ അല്ലാതെ ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തന്നെയല്ല, കേവലം ഒരു ഇന്റർവ്യൂവിന് പറയുന്ന ഒരു മറുപടി അല്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ എത്രയോ നാളത്തെ അനുഭവങ്ങൾക്ക് ശേഷമുള്ളൊരു ഒരു വേ ഓഫ് എക്സ്പ്രഷൻ ആണത്. ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവും ഈ ചോദ്യമൊക്കെ ഏത് കൃഷിയാണ് മോനെ എന്നുള്ള ചോദ്യത്തിന് വേ ഓഫ് എക്സ്പ്രഷൻ, ചോദ്യം അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ലോകത്തെ എങ്ങനെ കാണുന്നു നമുക്കത് ധാരാളമാണ്. നോർക്ക റൂട്ട്സിന് വേണ്ടിട്ട് അദ്ദേഹത്തെ വെച്ചിട്ടൊരു ചെറിയ നമ്മുടെ ദാസനും വിജയനും കൈൻഡ് ഓഫ് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലേ? മാമുക്കോനൊക്കെ ഗഫൂർ കദോസ്തൊക്കെ വെച്ചിട്ട് 16 വർഷം മുമ്പോ. അതെ, ഇപ്പൊ അത് ആലോചിച്ച് നോക്കുമ്പോ അതൊരു ചെറിഷ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് ആയിട്ട് മനസ്സിലേക്ക് വരാം. അത് എങ്ങനെയാണ്, ഐ ഡോണ്ട് നോ ഹൗ ടു ആർട്ടിക്കുലേറ്റ് ഇറ്റ്. ലാൽ സാറിന്റെ കൂടെ ഞാൻ മമ്മൂക്കയുടെ കൂടുതൽ ഒരു സിനിമ വർക്ക് ചെയ്തത്, ബട്ട് ഒരു ചാനലിൽ മമ്മൂക്കയുടെ കീഴിൽ പ്രവർത്തിക്കാൻ പറ്റി. പക്ഷെ ലാൽ സാറിന്റെ കൂടെയാണ് കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പം നോർക്ക റൂട്ട്സിന്റെ പരസ്യം ഓഫ് കോഴ്സ് ഞാൻ സംവിധാനം ചെയ്ത് നമ്മുടെ കൺസെപ്റ്റ് സർക്കാരിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്കും ഒരു പുതിയ കൊമേഴ്ഷ്യൽ ലാൽ സാറിന്, പ്രിയൻ സാർ ചെയ്ത കൊമേഴ്ഷ്യൽ ലാൽ സാറിനൊപ്പം നിൽക്കാൻ പറ്റി. KSRTC നെക്സ്റ്റ് വീക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു, എന്റെ മാത്രം അഭിപ്രായമല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാണ്, ലാൽ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ലാൽ സാറിന്റെ കൂടെയാണ് നമ്മൾ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓരോ മൊമെന്റും നമുക്ക്, അതായത് 55 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഒക്കെ ആയിരുന്നു നമ്മളുടെ ചന്ദ്രലേഖ നമ്മൾ ഷൂട്ട് ചെയ്ത് 57 ദിവസം കൊണ്ടാണ്. കിളിച്ചുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തത് 59 ഡേയ്സിലാണ്. പിന്നെ വാണ്ടഡ് മുരളി ചേട്ടൻ പടം ചെയ്ത് അതിലൊരു 6 ദിവസം ലാൽ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് സീസൺ 1 സീസൺ 2 ചെയ്യുമ്പം ഏതാണ്ട് എല്ലാ ആഴ്ചയിലും ഏതാണ്ട് 2 ദിവസത്തോളം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊപ്പം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത്, പിറ്റേന്ന് രാവിലെ സെറ്റിലേക്ക് എപ്പോഴാണ് എത്താൻ പറ്റുക എന്നുള്ളത് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളെല്ലാവരും. അതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ലാൽ സാറ് രാവിലെ വരുന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും രാവിലെ സെറ്റിലേക്ക് എത്താന്നുള്ളതാണ്. അത് ഇപ്പോഴും വിഷ്ണുവിനോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഇതിന്റെ ഔട്ട് എടുത്തിട്ട്
മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ എനിക്ക് ലാൽ സാറിനെ കൊണ്ട് കാണിക്കണം. ഞാൻ ആ എക്സൈറ്റ്മെന്റിലാണ് അവിടെ ഇരിക്കുന്നത്. അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊക്കെ അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കും എന്നെ പോലുള്ള ധാരാളം ആൾക്കാരുണ്ട് അവിടെ. എല്ലാവർക്കും ലാൽ സാറാണെങ്കിൽ ആ ഓരോ മൊമെന്റും, ഇപ്പം ഇന്ന് രാത്രിയിൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് മുറി പോയി ഫ്രഷായി കിടന്നുറങ്ങുമ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ എഴുന്നേക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം നാളെ രാവിലെ ലാൽ സാറിനെ കാണാന്നുള്ളതാണ്. അതൊട്ടും എക്സാജറേഷൻ ഇല്ലാതെ ഞാൻ പറയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, അതൊരു വലിയ മാജിക്കാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജ്, ഞാൻ പ്രിയദർശൻ എന്ന ലാൽ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ലാൽ സാറിനെ ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി അദ്ദേഹത്തിന്റെ ആസ് എ പെർഫോമർ, ആസ് ആൻ ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും ഏറ്റവും അടുത്ത് അറിഞ്ഞ് അദ്ദേഹം പോലും അറിയാതെ ഒരു നോട്ടത്തിലും ഒരു ചെറിയൊരു, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അത് കണ്ടു, അവർ തമ്മിൽ ഉള്ളൊരു സംഭവം, അത് ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയവരിൽ ഒരു കുറച്ചുപേരേ ഉള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എപ്പോഴും ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ പ്രിയൻ സാർ ആക്ഷൻ കട്ട് പറയുന്ന, കാരണം നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ഈ വീഡിയോ അസിസ്റ്റ് പരിപാടികളൊന്നും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഒന്നും പോയി നിൽക്കാറില്ല. വളരെ അപൂർവം മാത്രമാണ് ലാൽ സാർ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളിൽ വീഡിയോ അസിസ്റ്റന്റ് അടുത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ ക്യാമറാമാന്റെ അടുത്ത് തന്നെയാണ് പ്രിയൻ സാർ ഉണ്ടാവും. അപ്പൊ നമ്മളും പിന്നിൽ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നമ്മളവിടെ പോയി നിൽക്കും. അപ്പൊ ഇങ്ങനെ കാണാറുണ്ട് ഇവർ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക്. പലതും മറ്റാരും അറിയാതെ ഇവരും തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈയടിച്ചിട്ടുള്ള ചില രംഗങ്ങളിലെ ഗംഭീര ഷോട്ടുകളാണ്. അപ്പൊ അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പ്രിയൻ സാർ പറയും, അത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ലാലു എന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ ചെയ്തത് എന്ന് പിന്നീട് നമ്മുടെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ ചോദിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും പറ്റില്ല, അപ്പോഴൊക്കെ അവർ പറയാം. അപ്പൊ അത് ഒരു വലിയ കാര്യമാണ്. ഈ ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കൽ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അതൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി രസമുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം സാറിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയുള്ളൂ. ഞാൻ സാറിന്റെ മുഖത്തേക്ക് നോക്കിയതൊരു ചോദ്യമായിരുന്നു എൻ്റെത്. ആ സാറോട് എന്നെ മുഖത്തേക്ക് ഒരു ചിരിച്ചുള്ളൂ. ബിക്കോസ് അത് എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ നോട്ടം. അപ്പൊ അത് നമുക്ക് ഈ ഒരു സെഷൻ പോരാ അതിനെക്കുറിച്ച് പറയാൻ. ഇത്രയും വർഷമായിട്ട് നമ്മൾ അവരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം അവരുടെ ഡെഡിക്കേഷനാണ്. അവരെടുക്കുന്ന പണിയിലും അവർ ചെയ്യുന്ന അതിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുണ്ടല്ലോ, അതിൽ അവർ കൊടുക്കുന്നൊരു അർപ്പണം, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രിയദർശൻ സാറിനെ പറ്റി സംസാരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹത്തെ പറ്റി. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടീമില് എപ്പോഴും 21 തൊട്ടിട്ട് 25 വയസ്സ് വരെയുള്ള ഒരാളെയെങ്കിലും അദ്ദേഹം വെക്കും. സോ ദാറ്റ് ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്താ ചിന്തിക്കുന്നത്, എന്താ കാണുന്നത്, എന്താ കേൾക്കുന്നത്, എന്താ ഇൻഫ്ലുവൻസ് ആവുന്നതെന്ന് അറിയാൻ. അത് സത്യമാണോ? ചെറുപ്പക്കാര് ഉണ്ടാവാറുണ്ട്. ഈ ഏജ് പരിപാടികളെ കുറിച്ചിട്ട് എനിക്ക് 25 വയസ്സൊന്നുമല്ല, 30 വയസ്സുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലൊരു താല്പര്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അപ്പം വായനയിലും എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ കൂടുതൽ വായനയും ഒക്കെ, അത്യാവശ്യം പുസ്തകം വായിക്കുന്ന ആളാണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ സാർ കൺസേൺഡ് ആണ്. ഡിസ്കഷനിലൊക്കെ സാർ നമ്മളുടെ ഒരു അഭിപ്രായത്തെ കുറിച്ചൊക്കെ സാർ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് വേണ്ട അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാനോ, പക്ഷെ നമ്മളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അദ്ദേഹം നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, നമ്മൾ എത്രമാത്രം ഗൗരവമുള്ളവരാണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത്, ഇപ്പോഴും എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളാണ്, ഇപ്പോഴും നമ്മളൊരു പുതിയ ഒരു ഇൻഫർമേഷൻ, ഏതെങ്കിലും ഒരു പുതിയ കാര്യം, പുസ്തകത്തെക്കുറിച്ചോ ഏതെങ്കിലും പുതിയൊരു സംഭവത്തെക്കുറിച്ചോ ഒരുപക്ഷെ അദ്ദേഹം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സന്ദർഭവശാൽ പറയുമല്ലോ. അപ്പൊ അതിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത്, അതില് കണ്ണിമ വെട്ടാതെ ശ്രദ്ധയോടെ അത് കേട്ടിരിക്കും. ഇങ്ങനെ കണ്ണ് ചിമ്മൽ പോലും ഇല്ലാതെ മുഴുവനായും കേട്ടിരുന്നിട്ട് ഒരു ബ്രീത്തൊക്കെ എടുത്ത് അത് മുഴുവൻ അങ്ങ് എടുക്കും എന്നായിരിക്കും നമ്മൾ. എന്നിട്ട് അദ്ദേഹം അത് മനസ്സിൽ കിടക്കും. എപ്പോഴെങ്കിലും അത് പിന്നീട് അത് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ, അല്ലെങ്കിൽ നാളെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് തിരിച്ചു പറയാനോ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ തന്നെ അതുപോലെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു ഒബ്സർവേഷൻ ഇപ്പോഴും ഏറ്റവും പുതിയ ടെക്നോളജി, സൗണ്ട് ഡിസൈനിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, സിനിമാറ്റോഗ്രഫിയുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഏറ്റവും പുതിയ എക്യുപ്മെന്റ്സും ഏറ്റവും പുതിയ ടെക്നോളജിയും എവിടെയുണ്ടെന്ന് വെച്ചാൽ പ്രിയൻ സാറിന്റെ 4 ഫ്രെയിംസിലുണ്ട്.